കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ ഒരു കല്യാണത്തിന് പോകാനുള്ള ഒരുക്കമാണ്. ഇങ്ങനെ കല്യാണത്തിന് പോകണമെങ്കിലും ഞാൻ മീൻ കറിയൊക്കെ വച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ രാവിലെ കല്യാണത്തിന് പോകണം. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, വീട്ടിലുള്ള എല്ലാവരും ഉണ്ട്. അവരിറങ്ങുന്നതിന് മുമ്പേ ഞാനൊന്ന് ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തതാണ്. അത് കഴിഞ്ഞ് മീൻ കറി വയ്ക്കാൻ പോവുകയാണ്. അതിനാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതായത് നമ്മളെ ടൊമാറ്റോ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, വറ്റൽമുളക് എല്ലാം ഇട്ടു. അതിനുശേഷം ഉള്ളി നമുക്ക് തട്ടിക്കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇത് മുളകിട്ട് വച്ചതിന് ശേഷം തേങ്ങ അരച്ച് ചേർക്കുന്നതാണ്. മുളകിട്ട തേങ്ങ അരച്ച മീൻ കറിയാണ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം, ട്രൈ ചെയ്യണം. അങ്ങനെ എല്ലാം തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. അത് കഴിഞ്ഞ ശേഷം സാദാ മുളക്, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മഞ്ഞൾ ഇത്രയും ഇട്ട് കൊടുക്കാം. ഉലുവ നമുക്ക് രണ്ടാമതിടാം. ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ഇതിൽ കുടംപുളി ചേർക്കേണ്ടതുകൊണ്ട് നമ്മളിപ്പോൾ വാളപ്പുളി പുഴിഞ്ഞതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ആവശ്യത്തിന് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്കൊന്ന് തിളയ്ക്കാൻ വയ്ക്കണം. അത് നല്ലവണ്ണം തിളച്ചു. ഇനി നമുക്ക് ഒരു പിടി തേങ്ങ ഒന്ന് അരച്ച് നല്ല മഷി പോലെ അരച്ചതിന് ശേഷം അതും കൂടെ ഒന്നൊഴിച്ചു കൊടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് ചിക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ചൂര മീൻ, ഓരോ സ്ഥലത്ത് ഈ മീനിന് പല പേരിലാണ് അറിയപ്പെടുന്നത്, സൂത എന്നൊക്കെ പറയണുണ്ട്. അങ്ങനെ ചൂര മീൻ പറക്കിയിട്ട് കൊടുത്തു. അങ്ങനെ അതിനെ എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അങ്ങനെ അടച്ചു വെച്ച് തിളച്ചു. അതിന് നമുക്ക് ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത ഉലുവയാണ്. ഉലുവ ഇട്ട് കൊടുത്തു. ഇനി ഒരു കുടംപുളിയും കൂടെ നമുക്കൊന്ന് ഇടണം കേട്ടോ. ഒരു കുടംപുളിയും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ മീൻ കറി റെഡിയായി. അപ്പോഴേക്കും ഇവിടെ കല്യാണവുമായി. അങ്ങനെ കല്യാണമൊക്കെ തകർത്ത് നടക്കുകയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും വീട്ടിലോട്ട് വന്ന് മീൻ കറിയും വെച്ച് ചോറ് കഴിക്കാൻ അല്ല, അവിടെ നിന്ന് വയറ് നിറച്ച് സദ്യയൊക്കെ കഴിച്ചു. വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. കുഞ്ഞെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പോണു ചേനത്തണ്ടൻ. അങ്ങനെ എൻ്റെ ഒരു ബന്ധു മാനുക്കുട്ടൻ എന്നാണ് അവൻ്റെ പേര്. അവൻ ഞങ്ങളെ ഫോട്ടോ എടുത്ത് കുരങ്ങൻ്റെ രൂപത്തിലൊക്കെ ആക്കുകയാണ്. അങ്ങനെ വീഡിയോയും കല്യാണവും ഒക്കെ തകൃതിയായി നടക്കണുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ കല്യാണമാണ്. ഏറ്റവും അടുത്ത ബന്ധുവാണ് കേട്ടോ. ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ കല്യാണമാണ്. മുറയും ഒന്നും നമ്മൾ പറയണില്ല. അങ്ങനെ കല്യാണമൊക്കെ നല്ല രീതിയിലൊക്കെ നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ വീട്ടിൽ ഒന്നും കഴിക്കേണ്ടി വന്നില്ല. വൈകുന്നേരം നമ്മൾ വെച്ച മീൻ കറിയും വെച്ച് കഴിച്ചു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞു. വീട്ടിലേക്ക് എത്താൻ പോവുകയാണ്. എൻ്റെ കൂടെ വന്നവരെല്ലാം ഇനി കയറിയ ശേഷം ഞാൻ എടുത്ത് എല്ലാവർക്കും താങ്ക് യു, ഗുഡ് മോർണിംഗ്.